കീം പ്രവേശന പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ തള്ളി. റാങ്ക് പട്ടിക റദ്ദാക്കിയതിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇതോടെ പ്രവേശന നടപടികൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, 2 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദമാണ്. എന്താണ് കോടതി സർക്കാർ വളരെ നല്ല ഉദ്ദേശത്തോടെയാണ് ഈ നീക്കം നടത്തിയതെന്ന് പറയുമ്പോഴും അതിനെ കോടതി ഏത് നിലയിലാണ് കണ്ടത്? എന്താണ് കോടതിയുടെ തീരുമാനം? ദിവിഷ്, സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടി, ഒപ്പം കീം എഴുതിയ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സംബന്ധിച്ച് വീണ്ടും ആശങ്ക. ഇതാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. ഇന്നലെ സിംഗിൾ ബെഞ്ചാണ് കീം റാങ്ക് പട്ടികയുടെ ഫലം റദ്ദാക്കാനും പട്ടിക പുനഃക്രമീകരിക്കാനും ഉത്തരവിട്ടത്. ഈ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവയ്ക്കുകയാണ് ചെയ്തത്. അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാനില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കുകയും ചെയ്യും. റാങ്ക് പട്ടികയിൽ പുനഃക്രമീകരണം നടത്തിയാൽ നിലവിലെ റാങ്ക് പട്ടിക അപ്പാടെ മാറിമറിയും. മുൻപന്തിയിലുള്ളവർ പിന്നിലേക്ക് മാറിയേക്കാം. പിന്നിലും മധ്യഭാഗത്തുമൊക്കെ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചവർ മുന്നിലേക്കോ അല്ലെങ്കിൽ മധ്യഭാഗത്തുള്ളവർ വീണ്ടും പിന്നിലേക്കോ മാറിയേക്കാം. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ഒരേപോലെ ആശങ്കയിലാഴ്ത്തുകയും ചെയ്യുന്നു. ഈ റാങ്ക് പട്ടികയിൽ പ്രോസ്പെക്ടസിൽ അവസാന നിമിഷം വരുത്തിയ മാറ്റങ്ങൾ അംഗീകരിക്കാനാവില്ല. അത് യുക്തിസഹമല്ല എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മറിച്ച് നടപടിക്രമങ്ങളിലെ വലിയ വീഴ്ചയോ സംസ്ഥാന സർക്കാരിന് വിമർശനമോ ഒന്നുമില്ല. പക്ഷേ അവസാന നിമിഷം വരുത്തിയ ഈ മാറ്റങ്ങൾ അത് യുക്തിസഹമല്ല, നീതിസഹമല്ല. അതുകൊണ്ട് തന്നെ അംഗീകരിക്കാനാവില്ല എന്നുള്ളതായിരുന്നു ഈ ഹർജിയുമായി എത്തിയ വിദ്യാർത്ഥികളുടെ വാദം. ആ വാദഗതികളെ ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് ഡിവിഷൻ ബെഞ്ച് ഇന്നലെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഇനി എന്ത് തുടർ നടപടിയായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യം വ്യക്തമല്ല. ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്ന ഉടൻ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ തന്നെ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയും ഹർജി സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടു. ഡിവിഷൻ ബെഞ്ചും ഈ വിഷയത്തിന് ഗൗരവം ഉൾക്കൊണ്ട് ഇന്ന് തന്നെ പരിഗണിച്ചു. വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടു. അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. തുടർന്നായിരുന്നു വാദഗതികൾ. ഈ വാദഗതികൾക്ക് ഒടുവിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാൻ ഇല്ല എന്ന് ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് മുരളീകൃഷ്ണൻ എസും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇങ്ങനെയൊരു നിലപാടിൽ എത്തിയിരിക്കുന്നത്. അതേസമയം സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് അവസരം നഷ്ടമാകുന്നതായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പരാതി ഉണ്ടായിരുന്നു. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ മാനദണ്ഡങ്ങളിൽ, അതായത് വെയിറ്റേജ് നൽകുന്ന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത്. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയതിൽ ഹൈക്കോടതി അപാകത കണ്ടെത്തിയില്ല. പക്ഷേ വേണ്ട സമയത്തല്ല ഇത് ചെയ്തത് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ആദ്യഘട്ടങ്ങളിലൊന്നും ഇത്തരത്തിൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരുന്നില്ല. എന്നാൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് മാത്രമാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത്. ഇത്തരമൊരു മാറ്റം അംഗീകരിക്കാനാവില്ല എന്ന് കോടതി ഡിവിഷൻ ബെഞ്ചും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഇന്നലെ സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കവേ കളി തുടങ്ങിക്കഴിഞ്ഞാൽ കളിയുടെ ചട്ടങ്ങളിൽ പിന്നീട് മാറ്റം വരുത്താൻ പാടില്ലല്ലോ എന്നൊരു പരാമർശമുണ്ടായിരുന്നു. ഇന്ന് ഡിവിഷൻ ബെഞ്ച് ആ പരാമർശത്തെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത്തരത്തിൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് കേവലം 1 മണിക്കൂർ മുൻപ് മാത്രം പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റങ്ങൾ നിലനിൽക്കുന്നതല്ല. ഇത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കുട്ടികളുടെ പ്രവേശന നടപടികൾ മുന്നോട്ട് പോകുന്നു. അതിനെ ബാധിക്കാത്ത വിധം തന്നെ സർക്കാരിന്, അങ്ങനെയെങ്കിൽ ഇപ്പോൾ സർക്കാരിന് ഇതിന് തയ്യാറാവുകയാണെങ്കിൽ വീണ്ടും പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. അത് എത്രയും വേഗം വേണം താനും. അതിനാണോ ഇനിയിപ്പോൾ സർക്കാർ ശ്രമിക്കുക, അതോ വീണ്ടും അടുത്ത നിയമ നടപടി എന്ന നിലയിലേക്ക് പോകുമോ? സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി എന്ത് വേണമെന്നുള്ളത് പന്തിപ്പോൾ സർക്കാരിന്റെ കോർട്ടിലാണ്. വീണ്ടും വിവിധ തലങ്ങളിൽ ഇതിനോടകം തന്നെ കൂടിയാലോചനകൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കാം, അതല്ലെങ്കിൽ റാങ്ക് പട്ടിക പഴയ രീതിയിൽ തന്നെ പുനഃക്രമീകരിക്കാൻ സാധിച്ചാൽ അവിടെയും ഒരു നിയമപ്രശ്നം ഉയരുന്നുണ്ട്. കാരണം കേരള സ്റ്റേറ്റിലെ സിലബസുകാരായ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചേക്കാം. അങ്ങനെ വന്നാലും വീണ്ടും പ്രവേശനവും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമൊക്കെ നീണ്ടുപോയേക്കാം. ഓഗസ്റ്റ് മാസം ഏതാണ്ട് മധ്യഭാഗത്തോടെ, അതായത് ഓഗസ്റ്റ് മാസം 14-ാം തീയതിക്കുള്ളിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. അത് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ പ്രവേശന നടപടികൾ പൂർത്തിയാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല.